കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 481 മുതൽ 490 വരെയുള്ള നാമങ്ങൾ, അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശോ വിധാതാകൃതലക്ഷണാഗ്രസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര അതിദേവോ മഹാദേവോ ദേവേശദേവ ഭൃദ്ഗുരു. ആ ശ്ലോകങ്ങളുടെ ഇടയിൽ വരുന്ന നാമങ്ങളാണ് 481 മുതൽ 490 വരെയുള്ള നാമങ്ങൾ. അപ്പോൾ ഇന്ന് 481 നോക്കാം. അക്ഷരം നാശമില്ലാത്തത്, അതായത് ക്ഷയിക്കാതെ, ഒരിക്കലും ക്ഷയിക്കാതിരിക്കുന്നത്. ക്ഷരം നശിക്കുന്നത് എന്ന് കഴിഞ്ഞ 480-ാമത്തെ ഒരു നാമം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ അക്ഷരം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അക്ഷരം നാശമില്ലാത്തതാണ്. ഭഗവാൻ നാശമില്ലാത്തതാണെന്നും പറയുന്നു, നാശമുള്ളതാണെന്നും പറയുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ക്ഷരൻ എന്നും അക്ഷരൻ എന്നും ഭഗവാന് പറയാം. കാരണം ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നശിക്കുന്നതും നശിക്കാത്തതുമായിട്ട് എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം ഭഗവാനാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു നിശ്ചലമായ ഒരു വസ്തു, അതാണ് അക്ഷരപുരുഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഉണ്ടായ ജീവികളെല്ലാം വർത്തിക്കുന്നത് ക്ഷരപുരുഷൻ. ജീവികളെല്ലാം വർത്തിക്കുന്നതിന് കാരണമാകുന്നതും ഒക്കെ ക്ഷരപുരുഷൻ എന്ന് പറയുമ്പോൾ അവയിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന നിശ്ചലമായ വസ്തു, അതാണ് അക്ഷരപുരുഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഗീത 15-ാം അധ്യായം 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ ശബ്ദങ്ങളിലും എല്ലാ സ്വരങ്ങളിലെയും അക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയാറില്ലേ, അപ്പോൾ അതാണ് അക്ഷരം. അതൊരിക്കലും നശിക്കുന്നില്ല എന്നും അത് വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്നും ആ അക്ഷരം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ മനുഷ്യവർഗത്തിന് തന്ന വലിയൊരു അനുഗ്രഹമാണത്രേ ഈ അക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ 10-ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നത് അക്ഷരാണാം അകാരോസ്മി. അകാരമാണ് ഞാൻ, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്. അക്ഷരാണാം അകാരോസ്മി, അകാരോ അസ്മി എന്ന്. ഞാൻ അക്ഷരങ്ങളിൽ അകാരമാണ്. അക്ഷരം എന്നത് ഓംകാരത്തിൻ്റെ പര്യായമായിട്ടും പറയുന്നു. അപ്പോൾ ഓംകാരം ഒരു ബ്രഹ്മവാചിയാണ് എന്നും പറയുന്നു. അപ്പോൾ ഓംകാരവും ബ്രഹ്മം തന്നെ, ഓംകാരവും ഭഗവാൻ തന്നെ. അതുകൊണ്ട് അക്ഷരം ഭഗവാനാണ്, നശിക്കാത്തതാണ് ഭഗവാൻ. 482-ാമത്തെ നാമം അവിജ്ഞാത. വിജ്ഞാത അറിയപ്പെടുന്ന, അവിജ്ഞാത അറിയപ്പെടാത്തത്. അപ്പോൾ ഇവിടെ ഒരു അറിവ്, നമുക്ക് അറിയപ്പെടാത്ത ഒരു അറിവുണ്ട് ഭഗവാനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ്. അത് നമുക്ക് അറിയപ്പെടാത്ത ഒരു അറിവാണ്. അത് ഭഗവാൻ തന്നെയാണ്, അതിൻ്റെ അടിസ്ഥാനം ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾക്ക് അറിവ് നേടുന്നതിനും മനസ്സിന് ഉള്ള സങ്കല്പ ശക്തിയെ ഉണ്ടാക്കുന്നതിനും ചൈതന്യം കൊടുക്കുന്നതും ഒക്കെ ഭഗവാനായിരിക്കെ ആ ശക്തി തന്നെയാണ് ഭഗവാൻ. അത് പക്ഷെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പല ശാസ്ത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഈ വാസനകളാൽ മൂടപ്പെട്ട ഒരു സത്യമാണ്. നമ്മൾ ഒക്കെ ജീവിക്കുന്നത് നമ്മളുടെ ആ ഒരു പലതരം വാസനകളുടെ കർമ്മവാസനകളുടെ ബലത്തിലാണ്. അപ്പോൾ ആ വാസനകൾ കൊണ്ട് മൂടപ്പെട്ട ജീവൻ അത് വിജ്ഞാതാവാണ് എന്നും അതിൽ നിന്ന്, അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് വിജ്ഞാതാവാണ്, അത് വാസനകളാൽ മൂടപ്പെട്ടതാണ്, ജീവാത്മാവ് എന്ന് പറയാം. എന്നാൽ അത് അതിൻ്റെ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് വിഷ്ണു, അത് അവിജ്ഞാതാവാണ്.
എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അവിജ്ഞാത എന്ന് പറയുമ്പോൾ അറിയപ്പെടാത്തതന്നെ. അപ്പോൾ വിഷ്ണു ഓരോരുത്തരിലും ജീവാംശമായിട്ട് ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായിരിക്കെ അതിനെ അറിയപ്പെടുന്നില്ല. കാരണം അത് വാസനകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതാണ് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പിന്നെ ചാപ്റ്റർ 15 ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിജ്ഞാത ഭഗവാൻ. 483 സഹസ്രാംശു, അസംഖ്യമായ രശ്മികളോട് കൂടിയവനാണ് ഭഗവാൻ. സൂര്യനും ചന്ദ്രനും അഗ്നിക്കും രശ്മികളുണ്ടെങ്കിലും അവയെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാന്റെ തന്നെയാണ് എന്ന് പറയുന്നു. അതാണ് എല്ലാ തേജസ്സും ഭഗവാന്റെയാണ്. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേകിലം യച്ഛന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്ധിമാമകം. അപ്പോൾ ആദിത്യനിൽ പ്രവേശിച്ച് അകലെ ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഭഗവാനാണ്, അതിൻ്റെ തേജസ്സാണ്. ചന്ദ്രനിലും അഗ്നിയിലും ഉള്ള തേജസ്സും എൻ്റേത് തന്നെയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ ചാപ്റ്റർ 15 12ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത്. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേകിലം യച്ഛന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്ധിമാമകം. അതായത് എല്ലാത്തിലും തേജസ്, സൂര്യനിൽ തേജസ്സായിട്ടിരിക്കുന്നതും അഗ്നിയിലും അതുപോലെ സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ തേജസ്സായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് അറിയുക എന്നാണ് പറയുന്നത്. 484ാമത്തെ നാമം വിദാത. വിധാനം ചെയ്യുന്നവൻ. സകല ഭൂതങ്ങളെയും ധരിക്കുന്നു ഭഗവാൻ. അങ്ങനെ അനന്തനെയും ദിഗ്ഗജങ്ങളെയും പർവ്വതങ്ങളെയും ഒക്കെ ധരിക്കുന്നത് കൊണ്ട് വിദാതാവ് എന്ന് പറയുന്നു. എല്ലാത്തിനെയും ധരിക്കുന്നു. ഭഗവാനിലാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. അതാണ് എല്ലാത്തിനെയും ധരിക്കുന്നവൻ ഭഗവാൻ എന്ന് പറയുന്നത്. 485 കൃതലക്ഷണം. നിത്യസിദ്ധമായ ചൈതന്യ സ്വരൂപത്തോടു കൂടിയവൻ, അതാണ് കൃതലക്ഷണൻ. ചൈതന്യ സ്വരൂപത്തോടു കൂടിയവൻ, അത് നിത്യമാണ്. അപ്പോൾ എന്താണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ പ്യുവർ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയും. നിത്യശുദ്ധ ബുദ്ധ മുക്തബോധമാണ് ഭഗവാൻ. അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ ബ്രഹ്മതത്വത്തിൻ്റെ തന്നെ ലക്ഷണങ്ങളാണ്. നിത്യ സിദ്ധ ചൈതന്യ സ്വരൂപമാണ്, അതാണ് കൃതലക്ഷണ. ഇത്രയും ലക്ഷണങ്ങളോടുകൂടിയ ഭഗവാൻ. ഇനി 486ാമത്തെ നാമം ഗപസ്തി നേമി. ഗപസ്തി എന്ന് പറയുമ്പോൾ രശ്മി എന്നർത്ഥം, നേമി എന്നാൽ ചക്രം. അപ്പോൾ ചക്രം ഒരു വൃത്താകാരമാണല്ലോ. അപ്പോൾ ഈ ഒരു രശ്മിയുടെ ചുറ്റും പ്രകാശം ഇങ്ങനെ വൃത്താകാരത്തിൽ പരന്ന് കാണുന്നതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ അതിനെ പ്രകാശിപ്പിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ രശ്മി സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു ജ്യോതിർഗോളമായിട്ട് സൂര്യനെ പോലെ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ എന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കാം. ഗപസ്തി നേമി. ഗപസ്തി എന്ന് പറഞ്ഞാൽ രശ്മി, നേമി എന്ന് പറഞ്ഞാൽ ചക്രം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു തേജസ് എന്ന് പറയുമ്പോൾ അതൊരു വൃത്താകാരമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ പിന്നെ ആ രശ്മികൾ അകത്തുനിന്ന് പ്രകാശിച്ച് പുറത്തേക്ക് ഒരു വൃത്താകാരമായിട്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ ഒരു ചുറ്റും പ്രകാശകിരണങ്ങൾ പരത്തി പ്രദർശിപ്പിക്കുന്നത് ഭഗവാനാണ് എന്നും അതുകൊണ്ട് ഭഗവാനെ ഗപസ്തി നേമി എന്ന് പറയുന്നു. അതായത് രശ്മി സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജ്യോതിർഗോളമാകുന്ന സൂര്യനെ പോലെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. ഇനി 487 സത്വസ്ഥ. പ്രകാശരൂപമായ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. അപ്പോൾ ഭഗവാൻ പ്രകാശരൂപനാണ്, സത്വഗുണപ്രധാനിയാണ്. അപ്പോൾ പ്രകാശരൂപമായ സത്വഗുണത്തിൽ പ്രധാനമായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവജാലങ്ങളിൽ ജീവനായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇനി സത്വം എന്ന് പറയുമ്പോൾ 2-3 അർത്ഥമുണ്ട്. ധൈര്യം എന്ന അർത്ഥമുണ്ട്, സമ്പത്ത് എന്ന അർത്ഥമുണ്ട്, ബുദ്ധി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ജീവജാലങ്ങളിൽ ജീവനായിട്ട് നിലകൊള്ളുന്നവൻ ഭഗവാൻ എന്നർത്ഥം. ഇനി സത്വശബ്ദത്തിന് ധൈര്യം എന്ന അർത്ഥത്തിൽ ധൈര്യത്തിൽ പ്രവർത്തന ശക്തിയായിട്ട് ഓരോ ജീവനിലും നിലകൊള്ളുന്നു. ഇനി സമ്പത്ത് എന്ന അർത്ഥമാണെങ്കിൽ സമ്പത്തിൽ സമൃദ്ധിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു. അപ്പോൾ സമ്പത്ത് ഉണ്ടാകുമ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടാവുമല്ലോ. അപ്പോൾ സമ്പത്തിൽ സമൃദ്ധിയായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു. ബുദ്ധി എന്ന അർത്ഥത്തിൽ സത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ബുദ്ധിയിൽ വിവേകമായിട്ട് ഭഗവാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ സത്വം എന്ന് പറയുമ്പോൾ ധൈര്യം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ധൈര്യം ജീവജാലങ്ങളിൽ ധൈര്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ സത്വത്തിന് സമ്പത്ത് എന്ന അർത്ഥമാണെങ്കിൽ സമ്പത്ത്
സ്വത്ത്, ഐശ്വര്യം, അതിൽ സമൃദ്ധിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു. ബുദ്ധി എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ ബുദ്ധിയിൽ ഭഗവാൻ, ബുദ്ധി എന്നും സത്വത്തിന് അർത്ഥം പറയാം, സത്വസ്ഥ, ആ ബുദ്ധിയിൽ വിവേകമായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അത് നാരായണൻ തന്നെയാണ് എന്ന് പറയുന്നു. ഇനി 488 നാമം സിംഹ. മൃഗരാജനായിട്ട് ഭഗവാൻ, മൃഗരാജൻ എന്ന് പറയുമ്പോൾ എല്ലാ ജീവികളുടെയും നാഥൻ ആയിട്ട് രക്ഷണം ചെയ്യുന്നു. അപ്പോൾ രാജാവായിട്ട് സിംഹത്തെ പറയുമ്പോൾ ആ ഒരു എല്ലാ മൃഗങ്ങൾക്കും രാജാവാണ്. അതുപോലെ എല്ലാ ജീവികളുടെയും നാഥനായിട്ട് ഭഗവാൻ എല്ലാത്തിനെയും രക്ഷണം ചെയ്യുന്നു എന്ന് പറയാം. ഇവിടെ പരാക്രമശാലി എന്ന് സിംഹത്തിന് ഒരു പരാക്രമമുള്ള ഒരു മൃഗമായിട്ട് നമ്മളെപ്പോഴും കാണും. അതുകൊണ്ട് പരാക്രമശാലിയായവൻ എന്നും അർത്ഥമുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നരസിംഹരൂപം എടുത്ത അവതാരമായ ഭഗവാൻ എന്നാണെങ്കിലും അവിടെ പരാക്രമശാലിയായ ഭഗവാൻ എന്നർത്ഥം. ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നും ഒരു അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ പുരുഷസിംഹമാണ് ഭഗവാൻ, രാജസിംഹമാണ്, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ സർവശ്രേഷ്ഠനാണ്. ശ്രേഷ്ഠൻ എന്ന അർത്ഥം പറയുകയാണെങ്കിൽ സർവശ്രേഷ്ഠൻ. ഇനി സിംഹം മൃഗങ്ങളുടെ ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പുരുഷസിംഹം അല്ലെങ്കിൽ രാജസിംഹം എന്നൊക്കെ പറയാം. സിംഹമായിട്ട് എല്ലാ മൃഗങ്ങളുടെയും രാജാവായിട്ടുള്ള രാജസിംഹമായിട്ടുള്ള ഭഗവാൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ മൃഗരാജനായിട്ട് സകല മൃഗങ്ങളുടെയും നാഥനായിരിക്കുന്ന പോലെ എല്ലാ ജീവികളുടെയും നാഥനായിട്ട് ഭഗവാൻ രക്ഷണം ചെയ്യുന്നു അല്ലെങ്കിൽ രക്ഷിക്കുന്നു. അതാണ് പരാക്രമശാലിയായ ഭഗവാൻ എന്നും അർത്ഥമുണ്ട്. ഇനി 489 ഭൂതമഹേശ്വര. എല്ലാ ഭൂതങ്ങളുടെയും മഹേശ്വരനാണ്. എല്ലാ ഭൂതങ്ങളെന്ന് പറയുമ്പോൾ സകല ജീവജാലങ്ങളും, ചരവും അചരവും. അതായത് ചരാചരങ്ങളെന്ന് പറയുമ്പോൾ ചരം, അചരം, ചരിക്കുന്നതും ജീവനുള്ളതും ജീവനില്ലാത്ത. അചരം എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏക ശക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. അതായത് മൂഢന്മാരാണ് എന്നെ മനുഷ്യരൂപം ധരിച്ച ഒരു വ്യക്തിയായിട്ട് കാണുന്നത്. എന്നാൽ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് രൂപമോ ഒന്നുമില്ല എന്നും, അത് ഇങ്ങനെ പറയുന്നത് എൻ്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഭൂതമഹേശ്വരൻ എന്ന ഭാവത്തെ അറിയാത്തത് കൊണ്ടാണ് എന്നും ഗീത 9ാമത്തെ ചാപ്റ്ററിൽ 11ാമത്തെ ശ്ലോകം പറയുന്നു. ഒരിക്കലൂടെ പറയാം, അവജാനന്തിമാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. അപ്പോൾ ഇവിടെ 489ാമത്തെ നാമം ഭൂതമഹേശ്വര. എല്ലാ ഭൂതങ്ങളുടെയും മഹാനായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ഭഗവാൻ, അതാണ് ഭൂതങ്ങളുടെ മഹേശ്വരൻ. എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് നിലനിർത്തുന്ന ഭഗവാൻ. എല്ലാ ചരങ്ങളെയും അചരങ്ങളെയും, ജീവനുള്ളവയും ജീവനില്ലാത്തവയെയും സൃഷ്ടിച്ച് രക്ഷിച്ച് നിലനിർത്തുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ ഭൂതമഹേശ്വര. ഇനി 490ാമത്തെ നാമം ആദിദേവ. അതായത് ആദിയുമാണ് ഭഗവാൻ, ദേവനുമാണ്. അപ്പോൾ ആദിയായ ദേവനായവൻ എന്നും പറയാം. ആദി എന്ന് പറയുമ്പോൾ സകല ഭൂതങ്ങളെയും ആദാനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ സ്വീകരിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. ദേവൻ എന്ന് പറയുമ്പോൾ പ്രകാശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ക്രീഡിക്കുന്നവൻ. അപ്പോൾ എല്ലാ ഭൂതങ്ങളെയും സ്വീകരിച്ച് ആദാനം ചെയ്ത് അതിനെ പ്രകാശിപ്പിക്കുന്നവൻ എന്നർത്ഥം. അല്ലെങ്കിൽ സകല ഭൂതങ്ങളുമായിട്ട് ക്രീഡിക്കുന്നവൻ കളിക്കുക എന്നുള്ള അർത്ഥമാണ്. എല്ലാ ദേവന്മാർക്കും ദേവനാണ് ആദിയായവൻ. എല്ലാ ദേവന്മാർക്കും ആദിയായവൻ, അതാണ് ആദിദേവ. എന്തെല്ലാം ദേവന്മാരുണ്ടോ അതിനൊക്കെ ആദ്യം ഉള്ളവൻ. അങ്ങനെയും സ്വയം ഭഗവാൻ വിശേഷിപ്പിക്കുന്നുണ്ട് ഗീതയിൽ. അപ്പോൾ ആദിദേവ, ആദിയും ദേവനുമായവൻ അല്ലെങ്കിൽ സകല ഭൂതങ്ങളെയും സ്വീകരിക്കുന്നവൻ ദേവൻ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നവൻ. എല്ലാ ഭൂതങ്ങളെയും സ്വീകരിക്കുന്നവനായിട്ടുള്ള ദേവൻ.
സകല ഭൂതങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ എന്നും അർത്ഥം. ദേവൻ, ദിവ് എന്നുള്ള അർത്ഥം പ്രകാശിപ്പിക്കുക എന്നാണ്. അപ്പോൾ എല്ലാ ഭൂതങ്ങളെയും പ്രകാശിപ്പിക്കുന്നവൻ, എല്ലാ ഭൂതങ്ങളെയും സ്വീകരിക്കുന്നവൻ, എല്ലാ ഭൂതങ്ങളിലും ക്രീഡിക്കുന്നവൻ, എല്ലാ ഭൂതങ്ങളുമായിട്ട് ക്രീഡിക്കുന്നവൻ, കളിക്കുന്നവൻ എന്നും ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ആദിദേവ അല്ലെങ്കിൽ എല്ലാത്തിനും ദേവനായവൻ, എല്ലാത്തിൻ്റെയും ആദ്യത്തെ ദേവനായവൻ എന്നും പറയാം. അപ്പോൾ 490 വരെയുള്ള 481 മുതൽ 90 വരെയുള്ള നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നമ്മളിന്ന് ചൊല്ലിയ ഭാഗം ധർമ്മകൃദ്ധർമ്മേ സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശൂർ വിധാതാകൃതലക്ഷണാഗതസ്ഥിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു. ഇവിടെ 481 മുതൽ 490 വരെയുള്ള നാമങ്ങൾ, അതിൻ്റെ അർത്ഥമാണ് നമ്മളിന്ന് നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓം തത്സത്. നന്ദി, നമസ്കാരം.